തിരുവചന പ്രദീപത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് നാം ചിന്തിക്കുന്നത് ശമൂവേലിന്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം 22-ാം വാക്യമാണ്. ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ദൈവകൽപ്പന ലംഘിച്ച ശൗലിനോട് ശമൂവേൽ പ്രവാചകൻ പറയുന്ന വാക്കുകളാണിത്. അമാലേക്കിനെ നിർമൂലമാക്കുക എന്നതാണ് ശൗലിനോടുള്ള ദൈവകൽപ്പന. എന്നാൽ ശൗൽ അത് പൂർണ്ണമായി അനുസരിക്കാതെ തനിക്ക് ബോധിച്ചതിനെയൊക്കെയും നശിപ്പിക്കാതെ ജീവനോട് ശേഷിപ്പിച്ചു. അമാലേക്കർ ഇസ്രായേലിന്റെ ശത്രുക്കളാണ്. മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ വലയുമ്പോൾ പുറകിൽ കൂടി വന്ന് പ്രകോപനമില്ലാതെ ഇസ്രായേലിനെ ആക്രമിച്ചവരാണ് അമാലേക്കർ. അമാലേക്കിനെ നിർമൂലം നശിപ്പിക്കണമെന്നതാണ് ദൈവകൽപ്പന. എന്നാൽ അത് ലംഘിച്ച് ശൗൽ അമാലേക്കരുടെ രാജാവായ ആഗാഗിനെ ജീവനോട് ശേഷിപ്പിച്ചു. മാത്രമല്ല, മേൽത്തരമായ ആടുമാടുകളെയും കൊല്ലാതെ ജീവനോട് ശേഷിപ്പിച്ചു. ശൗൽ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അമാലേക്കരുടെ ആടുമാടുകളിൽ മേൽത്തരമായവയെ പിടിച്ചുകൊണ്ടുപോന്നു. യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന അവകാശവാദത്തോടുകൂടിയാണ് ശൗൽ മടങ്ങി വന്നത്. അപ്പോൾ ശമൂവേൽ, പിന്നെ ഞാൻ കേൾക്കുന്ന ഈ ആടുകളുടെ കരച്ചിലും കാളുകളുടെ മുക്രയും എന്ത്? മേൽത്തരമായവയെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്നായിരുന്നു ശൗലിന്റെ മറുപടി. അപ്പോൾ ശമൂവേൽ പറഞ്ഞ വാക്കുകൾ ആരാധനയോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ആദ്യം ചെയ്യേണ്ടത് ചെയ്യാതെ ആരാധിച്ചത് കൊണ്ട് പ്രയോജനമില്ല. അങ്ങനെയുള്ള ആരാധന ദൈവത്തിന് പ്രസാദകരമല്ല. മുമ്പേ ചെയ്യേണ്ട പല കാര്യങ്ങളും തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തെ അനുസരിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ആരാധനയോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുമ്പോൾ, വഴിപാട് കഴിക്കുവാൻ പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വല്ല വിഷമമോ പിണക്കമോ ഉണ്ട് എന്ന് വഴിയിൽ വെച്ച് ഓർമ്മ വന്നാൽ വഴിപാട് അവിടെ വെച്ചിട്ട് ആദ്യം സഹോദരനോട് നിരപ്പ് പ്രാപിക്കുക, പിന്നെ വന്ന് വഴിപാട് കഴിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. ഒരു സഭയിൽ ആരാധിക്കുന്നവർ തന്നെ സ്വന്തം സഹോദരനോ സഹോദരിയായിരുന്നാൽ പോലും പരസ്പരം മിണ്ടാതെയും സഹകരിക്കാതെയും പകയും പിണക്കവും വെച്ചു പുലർത്തുന്നവരും അപ്പോൾ തന്നെ ആരാധിക്കുന്നവരും ഈ കാലത്ത് വളരെയുണ്ട്. അത് ദൈവപ്രസാദമുള്ള ആരാധനയല്ല. ആദിമ നൂറ്റാണ്ടിൽ സഭയിൽ അപ്പോഴപ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ കാലതാമസം കൂടാതെ പരിഹരിച്ചിരുന്നു. അതിന് പ്രാപ്തരായ കൃപാവരമുള്ള ശുശ്രൂഷകന്മാരും അന്നുണ്ടായിരുന്നു. ഒരിക്കൽ യെരുശലേം സഭയിൽ യവന ഭാഷക്കാർ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷകളിൽ അവഗണിക്കുന്നു എന്ന് എബ്രായ ഭാഷക്കാർക്ക് നേരെ പിറുപിറുത്തപ്പോൾ അപ്പോസ്തലന്മാർ ഒരുമിച്ചുകൂടി പ്രശ്നം പരിഹരിച്ചതായി പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആരാധിക്കുന്നതിന് മുമ്പ് നിരപ്പ് പ്രാപിക്കേണ്ട കാര്യങ്ങളിൽ നിരപ്പ് പ്രാപിച്ചിട്ടുണ്ടോ എന്ന് സ്വയം വിലയിരുത്തേണ്ടതാണ്. സ്വന്തം കണ്ണിൽ വലിയ കോലിരിക്കുമ്പോൾ സഹോദരന്റെ കണ്ണിലെ കരടെടുക്കുവാൻ ബന്ധപ്പെടുന്നവരാണ് നാം. അങ്ങനെയുള്ളവരോട് കർത്താവ് പറയുന്നു, കപടഭക്തിക്കാരാ, ആദ്യം സ്വന്തം കണ്ണിലെ കോൽ എടുത്തു കളക, പിന്നെ സഹോദരന്റെ കണ്ണിലെ കരടെടുക്കുവാൻ വെടിപ്പായി കാണും. കുറ്റവും കുറവുമില്ലാത്ത മനുഷ്യരില്ലല്ലോ. ആദ്യം നമ്മിലേക്ക് തന്നെ നോക്കി നാമും ദൈവവുമായും സഹോദരങ്ങളുമായുള്ള ബന്ധം ശരിയാക്കുക. പിന്നീട് ആരാധനയ്ക്ക് തടസ്സമില്ല. മുമ്പേ സ്വന്തം കുടുംബത്തിലാണ് ഭക്തി വെളിപ്പെടുത്തേണ്ടതെന്ന് 1 തീമോഥെയോസ് 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് ദൈവവിശ്വാസികളായ എല്ലാവരും തന്നെ ആരാധിക്കുന്നവരാണെന്നാൽ ആരാധിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. പുതിയ നിയമ ആരാധനയിൽ പ്രാധാന്യം ഏതെങ്കിലും സ്ഥലത്തിനോ ആചാര അനുഷ്ഠാനങ്ങൾക്കോ അല്ല. ആദിമ വിശ്വാസികൾ കർത്താവിനെ ആരാധിക്കുന്നതിന് മുമ്പ് അവർ രക്ഷിക്കപ്പെടുകയും കർത്തൃകൽപ്പന അനുസരിച്ച് കർത്താവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന ജലസ്നാനം സ്വീകരിച്ചവരുമായിരുന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നുവെന്ന് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. രക്ഷാനിർണയം പ്രാപിക്കാതെയും കർത്തൃകൽപ്പന അനുസരിക്കാതെയും ആരാധിക്കുന്നവർ അനേകരാണ്. പ്രിയരെ, നാം എങ്ങനെ ആരാധിക്കുന്നു എന്നുള്ളത് പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദകരമാണോ? ദൈവത്തോടും മനുഷ്യരോടുമുള്ള നമ്മുടെ ബന്ധങ്ങൾ ശരിയാക്കിയിട്ടുണ്ടോ? ദൈവവുമായി നിരപ്പ് പ്രാപിക്കേണ്ട കാര്യങ്ങളിൽ നിരപ്പ് പ്രാപിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അകൃത്യം കരുതിക്കൊണ്ട് പ്രാർത്ഥിച്ചാലോ ആരാധിച്ചാലോ ദൈവത്തിനത് സ്വീകാര്യമായിരിക്കുന്നില്ല. ആകയാൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവായ യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെടുകയും കർത്തൃകൽപ്പനകളെ അനുസരിച്ച് കർത്താവിന്റെ നാമമഹത്വത്തിനു വേണ്ടി ജീവിക്കുകയും ചെയ്യുവാൻ, ആ നിലയിൽ ദൈവപ്രസാദമുള്ള ആരാധന അർപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു.
അങ്ങേ ആരാധിക്കുവാൻ കൊണ്ടും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേക കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടങ്ങെ സ്തുതിക്കുന്നു. ഒരിക്കൽ ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കുവാൻ യോഗ്യതയില്ലായിരുന്നു. ഞങ്ങൾ പാപികളും അശുദ്ധരുമായിരുന്നു. എന്നാൽ കാൽവറിയിൽ ചൊരിഞ്ഞ പുണ്യാഹരക്തത്താൽ ഞങ്ങളുടെ പാപക്കറകളെ കഴുകി ഞങ്ങളെ വെടിപ്പാക്കിയതുകൊണ്ട് സ്തോത്രം. ആ രക്ഷാനിർണയം പ്രാപിച്ചവരായി, ശുദ്ധീകരണം പ്രാപിച്ചവരായി, ദൈവപ്രസാദമുള്ള ആരാധന അർപ്പിക്കുവാൻ, അവിടുത്തെ വ്യവസ്ഥ പ്രകാരം അങ്ങ് ആരാധിക്കുവാൻ കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.